ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദേവിക. എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വീഡിയോയുടെ തമ്മിൽ കണ്ട പോലെ ഞാനിന്ന് കുറച്ച് ഫേസ് വാഷിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ കുറേ തീർന്ന ഫേസ് വാഷാണ് ഗൈസ്. ഞാൻ യൂസ് ചെയ്ത് കറക്റ്റ് റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വീഡിയോ ഇടാനാണ് ഇരുന്നത്. സോ അതുകൊണ്ടാണ് തീർന്ന കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. സോ ഞാൻ കുറേ ദിവസം യൂസ് ചെയ്ത് അത് ഫുൾ ബോട്ടിൽ മെയിൻലി യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യമുള്ളത്. സോ ഞാൻ യൂസ് ചെയ്തതിൽ ഒരു 5 ഫേസ് വാഷിന്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. 500 രൂപയ്ക്ക് അകത്ത് വരുന്ന ഒരു 5 ഫേസ് വാഷിന്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. എന്റെ ഒരു ഓയിലി സ്കിന്നാണ്, എക്സ്ട്രീംലി ഓയിലി അല്ല, എന്നാൽ ഒരു മീഡിയം ഓയിലി ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. സോ എല്ലാ ഫേസ് വാഷും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. കാര്യം ചില ഫേസ് വാഷ് നമ്മൾ ഈ ഓയിലി സ്കിൻ്റെ എന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് ചില ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോഴത്തേനും എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ആ ഒരു സെബം പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞ് ഈ ഫേസ് ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഫീലിംഗ് നമുക്കുണ്ടാവും. പക്ഷേ ഞാനിപ്പം ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അത്യാവശ്യം ജെന്റിലായിട്ടുള്ള എന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്യുന്ന ഒരു 5 ഫേസ് വാഷാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നത് സിമ്പിളായിട്ട് തുടങ്ങാം. നമുക്ക് സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് ഫസ്റ്റ് വൺ. സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ റേറ്റ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ 399 ആണ് കൊടുത്തേക്കുന്നത്. പക്ഷേ 250 സംതിങ്ങിനാണ് ഞാനൊരു ഓഫറിൽ 240 സംതിങ്ങിനാണ് ഞാൻ ഈ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചത്. കണ്ടു ഗൈസ്, ഇവിടെ കീറി അത്രയ്ക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ സ്കിൻ ഒട്ടും ഡ്രൈ ആക്കത്തില്ല. എന്താ പറയുക പിമ്പിൾസ് കുറയ്ക്കുന്ന ആ ഒരു പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ട് ഒരു ഡീസൻറ്റ് ഫേസ് വാഷാണ്. കാര്യം ഈ ഒരു റേറ്റിന് അത്യാവശ്യം നല്ല പണിയെടുക്കുന്ന ഒരു ഫേസ് വാഷാണ്. എന്നാൽ നമ്മളെ മുഖം അത്യാവശ്യം നല്ല രീതിക്ക് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കിത് ഓൾ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ്. ഞാനിത് ഓയിലി സ്കിന്നുള്ളവർക്ക് മാത്രം റെക്കമെൻഡ് ചെയ്യുന്നതല്ല, ഓൾ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ്. കാര്യം നമ്മുടെ ഈ ഫേസ് വാഷ് സ്കിന്നിനെ എക്സ്ട്രീംലി ഡ്രൈ ആക്കത്തില്ല, എന്നാൽ ആ ഒരു എന്താ പറയുക അത്യാവശ്യം ക്ലീൻ ആക്കുന്ന ഒരു ഫീല് നമുക്ക് തരുന്നതാണ്. ആ ഒരു റേറ്റിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഇതെന്ന് പറയുന്നത്. നോക്കൂ ഗൈസ്, ഞാനിത് കീറി തുറന്ന് അതിൻ്റെ സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞൊരു ഫേസ് വാഷാണ്. ഞാൻ കീറി വെള്ളം ഒഴിച്ച് അത് കലക്കി വരെ മുഖത്ത് തേച്ചു. സോ അത്രയ്ക്കും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതെന്ന് പറയുമ്പോഴത്തേന് 100% സോപ്പ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേനും ഇതിൽ നമ്മുടെ ആ ഒരു ഫേസ് വാഷിന് എല്ലാ ഫേസ് വാഷിനും സ്മെല്ല് ഉണ്ടാവുമല്ലോ, ആ ഒരു സ്മെല്ലില്ല. പെർഫ്യൂം ഫ്രീ ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. ഒരു എന്തെങ്കിലും ഫ്ലേവറിൻ്റെ സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്മെല്ലും ഇല്ലാത്തൊരു ഫേസ് വാഷാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ച് മണമുള്ള ഫേസ് വാഷാണ് ഇഷ്ടം. പക്ഷേ ആ ഒരു സ്മെല്ലില്ലാത്ത ഫേസ് വാഷാണ് നല്ലതെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. സോ ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുമ്പോഴത്തേനും അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. ആൻഡ് സോപ്പ് ഫ്രീ ആണ്, അതുപോലെ തന്നെ പെർഫ്യൂം ഫ്രീ ആണ്. ഇതിൽ ആ ഒരു എന്താ പറയുക കെമിക്കൽസിൻ്റെ ആ ഒരു കണ്ടന്റ് കുറവായിട്ടുള്ളൊരു ഫേസ് വാഷാണ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ പെട്ടെന്ന് പിമ്പിൾസ് വരുന്ന ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ്. കാര്യം ഇത് സാലിസിലിക് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷാണ്. ഞാൻ നേരത്തെ കാണിച്ച ഫേസ് വാഷിനെക്കാളും കെമിക്കൽ കണ്ടന്റ് കുറച്ച് കൂടുതലുണ്ട്. കാര്യം ഇതിൽ സാലിസിലിക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ നിയാസിനമൈഡ് ഉണ്ട്. നിയാസിനമൈഡ് നമുക്കറിയാം നമ്മുടെ ഫേസിനെ ബ്രൈറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ആൻഡ് സാലിസിലിക് ആസിഡ് നമ്മുടെ പോഴ്സ് ഒക്കെ ക്ലീൻ ചെയ്ത് പിമ്പിൾസ് വരുന്ന ആ ഒരു ഫാക്ടേഴ്സിനെയൊക്കെ തടയുന്ന ഒന്നാണ്. ആൻഡ് ഇതിൽ 2% സാലിസിലിക് ആസിഡ് ആൻഡ് 2% നിയാസിനമൈഡ് ആണുള്ളത്. ആൻഡ് ഇത് ഞാൻ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, ഇത് അത്യാവശ്യം പകുതിയോളം യൂസ് ചെയ്തിട്ടുള്ളൂ. സോ ഇതിൽ 2 ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഒരു പവർഫുൾ ആയിട്ടുള്ള ഫേസ് വാഷാണ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വൈസ് വെച്ച് നോക്കിയാലും 250 സംതിങ്ങിനാണ് ഞാനിത് ഈ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചത്. ആൻഡ് 250ക്ക് ഇത് 150 ml ആണ്. ഞാൻ നേരത്തെ കാണിച്ച ഫേസ് വാഷും ആ ഒരു റേറ്റിന് 150 ml തന്നെയാണ്. സോ 150 ml എന്ന് പറയുമ്പോഴത്തേനും ക്വാണ്ടിറ്റി വൈസ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. എനിക്കൊരു 3 to 4 months എന്തായാലും ഇരിക്കും. 4 months 6 months ഇരിക്കും. അത്യാവശ്യം ഒരു വലിയ ട്യൂബാണ്. സോ ഇതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പിമ്പിൾസ് ഉള്ളവർക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു ഫേസ് വാഷാണ്. പിന്നെ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു ഇതെന്ന് പറയുമ്പം നമ്മുടെ സിമ്പിളിൻ്റെ ഫേസ് വാഷ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയും ജെന്റിൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് അല്ല ഇത്.
കാര്യം കുറച്ച് 2 ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമുക്ക് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു കൂളിംഗ് സെൻസേഷൻ തോന്നാറുണ്ടായിരുന്നു എനിക്ക്. മുഖം പെട്ടെന്നൊന്ന് ക്ലെൻസ് ആവുന്ന ആ ഒരു ഫീൽ എനിക്ക് വരുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഡ്രൈ ആക്കത്തൊന്നുമില്ല. എന്നാൽ കുറച്ച് കെമിക്കൽസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. അത്യാവശ്യം ഒരു നല്ല ഫേസ് വാഷാണ്. ഈ ഒരു പ്രൈസിന് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഈ ഫേസ് വാഷൊക്കെ നമുക്ക് ഈ ഓഫർ വരുമ്പോഴത്തേനും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം നമുക്ക് അത്യാവശ്യം ഒരു പ്രൈസ് നല്ല ചേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ആൻഡ് 150 ml ഈ ഒരു റേറ്റിന് അത്യാവശ്യം വേർത്താണ് കേട്ടോ ഇത്. സോറി ഗൈസ്, ഞാൻ ഇത് ഏതിൻ്റെ ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ ദ ഡെർമയുടെ ഫേസ് വാഷാണ്. ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഫേസ് വാഷാണ്. സോ ഫസ്റ്റ് വൺ കാണിച്ച സിമ്പിളിൻ്റെ, ആൻഡ് ഇതെന്ന് പറയുമ്പോഴത്തേനും ദ ഡെർമയുടെ ഫേസ് വാഷാണ്. സോ ഇതിലും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ഇതിലും അങ്ങനെ സ്മെല്ലോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. ആൻഡ് ഇതിൽ ഞാൻ നോക്കിയപ്പോഴത്തേനും ഒരു ജെല്ലി കൺസിസ്റ്റൻസിയാണ്. ഈ ബോൾസ് അങ്ങനത്തെ ഇല്ല, പക്ഷെ ഒരു കൂളിംഗ് സെൻസേഷൻ തരുന്നൊരു ഫേസ് വാഷാണ്. അത്യാവശ്യം നല്ലൊരു ഫേസ് വാഷാണ് ഗൈസ്. ആൻഡ് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ ആയുർവേദിക് ഫേസ് പാക്ക് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫേസ് വാഷാണ്. ഈ ചിലവര് ഈ പയർ പൊടിയൊക്കെ യൂസ് ചെയ്തിട്ട് മുഖം കഴുകുന്നവരുണ്ട്. അതായത് ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഈ പയർ പൊടി കടലമാവൊക്കെ യൂസ് ചെയ്ത് മുഖം കഴുകുന്നവരുണ്ട്. അവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷനാണ് ഇത്. നാറ്റ് ഹാബിറ്റിന്റെ ഒരു ഫേസ് വാഷാണ്. ഫ്രഷ് ആയുർവേദിക് ഫേസ് വാഷാണ് ഇതെന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിൽ ഒരു ഫേസ് പാക്ക് പോലെ ആയിരിക്കുന്ന ഒരു ബ്രൗണിഷ് കളറാണ്. ആൻഡ് ഇതിൽ അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഫോം വരികയോ ആ സോപ്പി കണ്ടന്റ് ഭയങ്കര കുറവാണ്. എന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് ക്ലെൻസ് ആക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ നമ്മുടെ തരി പോലെ നമ്മുടെ മഞ്ഞ ഉണ്ടല്ലോ, മഞ്ഞയുടെ കണ്ടന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുറെ ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൽ നീമിന്റെ കണ്ടന്റ് ഉണ്ട്. സോ അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ വരുന്ന പിമ്പിൾസ് തടയാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ആയുർവേദിക് ആ ഒരു ഫീലാണ് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോഴത്തേന് ഞാനിത് വാങ്ങിച്ചത് ഈ സാമ്പിൾ പാക്കറ്റ് കിട്ടുമല്ലോ, നമ്മൾ ചില സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കൂടെ മറ്റു കുഞ്ഞി പാക്കറ്റ്, അത് ഒരിക്കൽ എനിക്ക് കിട്ടിയായിരുന്നു. അത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ഞാനിപ്പോൾ പുറത്തൊക്കെ പോയി വെയിലത്തൊക്കെ പോയിട്ട് ഇത് വന്നിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ് മുഖത്തുണ്ടാകും. കാര്യം ഇത് ബ്രൈറ്റനിങ് ഫേസ് വാഷാണ്. മുഖത്തൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം നല്ലൊരു ഫ്രഷ്നെസ് പെട്ടെന്ന് തന്നെ നമുക്ക് തോന്നുന്നത്. കാര്യം നമ്മളൊരു ഫേസ് പാക്ക് ഇട്ടിട്ട് മുഖം കഴുകി കളയുമ്പോഴത്തേനും പെട്ടെന്നൊരു ഗ്ലോ ഉണ്ടാകത്തില്ലേ, ആ ഒരു ഫീലാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്. സോ അങ്ങനെ ആ ഒരു സാമ്പിൾ പാക്കറ്റ് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു വലിയ ട്യൂബ് വാങ്ങിച്ചു. ഇത് ഓൾമോസ്റ്റ് തീരാറായി. ഇത് ഞാൻ വാങ്ങിച്ചത് ഒരു 270 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇത് വാങ്ങിച്ചത്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഡീസൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ആൻഡ് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഡ്രൈ സ്കിന്നിന് എത്രത്തോളം അത് എഫക്റ്റീവ് ആകുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഓയിലി സ്കിൻ ആൻഡ് ഒരു കോമ്പിനേഷൻ സ്കിന്നിൻ്റെ ബെസ്റ്റാണ് ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ. ആൻഡ് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട ഒരു രീതി ജസ്റ്റ് ഒരു ഫേസ് പാക്ക് പോലെയാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മുഖത്ത് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഒരു 3 minutes ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഡ്രൈ ആയി കഴിഞ്ഞിട്ട്, കാര്യം ഇതിൽ ഈ പൊടിയായിട്ട് നമ്മൾ ഈ ഫേസ് പാക്കിൽ കാണത്തില്ലേ പൊടി തരിയായിട്ടുള്ള സാധനങ്ങൾ, അപ്പം അങ്ങനത്തെ കുറച്ച് കണ്ടന്റ് ഉണ്ടില്ല. അപ്പം മുഖത്തിങ്ങനെ ഫേസ് പാക്ക് ഇട്ട പോലെ തന്നെ ഇരിക്കും. ജസ്റ്റ് അതൊന്ന് ഒരു 3 minutes കഴിയുമ്പോഴത്തേനും ഡ്രൈ ആയിട്ട് പിന്നെ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് പിന്നെ ഐസ് ക്യൂബ്സും കൂടി അതിന് ശേഷം വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഭയങ്കര റിലാക്സേഷൻ തന്നെ തോന്നും. ആൻഡ് ഇതിനും ഒരു സ്മെല്ലുണ്ട് കേട്ടോ. ഇതൊരു ആയുർവേദിക് ആ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ്. നമ്മൾ എന്താ പറയുക, മഞ്ഞയും പയറുപൊടിയൊക്കെ കഴിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ലാണ് ഇതെന്ന് പറയുന്നത്. ഇതും അത്യാവശ്യം ഞാനിതിപ്പോൾ ഒരു 2 months 3 months പോയില്ലേ, 2 months ഒക്കെ യൂസ് ചെയ്ത്. അതിന് ഇനിയുണ്ട് ഇതിൽ യൂസ് ചെയ്യാനായിട്ട്. സോ അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ഫേസ് വാഷാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേനും ആക്നെ പ്രോൺ ഉള്ളവർക്ക്, അതുപോലെ തന്നെ മുഖത്ത് തരിതരിയായിട്ട് പിമ്പിൾസ് വരുന്നവർക്ക് ഒരു ബെസ്റ്റ് റെക്കമെൻഡേഷനാണ്. ആൻഡ് ഇത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ഒരു ഫേസ് വാഷാണ്. ഓൺലൈനിലും അവൈലബിൾ ആണ്. നമ്മൾ ഈ ഫാർമസി അങ്ങനത്തെ സൈറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ സൈറ്റിലൊക്കെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഫേസ് വാഷ്. ആമസോണിലും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ഡ്യൂപ്പ് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് കറക്റ്റായിട്ട് നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. മിക്കവാറും നമ്മൾ ഈ ഒരു ഫാർമസിയുടെ സൈറ്റിലൊക്കെ ഒന്ന് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. ആൻഡ് സിപ്ലയുടെ സാലിസിലിക് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്.
അടിപൊളി ഫേസ് വാഷാണ്. നമ്മൾ പിമ്പിൾ വരുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി തന്നെ ഒരു ഫോം ബേസ്ഡ് ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്യുക, അപ്പോഴത്തേനും ഫോം വരുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഫേസ് വാഷാണ്. അത്യാവശ്യം നല്ല ക്ലെൻസ് ചെയ്യും കേട്ടോ. ഒരു കൂളിംഗ് സെൻസേഷൻ തന്നെ നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവും. അത്യാവശ്യം നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണിത്. ആൻഡ് ഇതിൻ്റെ റേറ്റ് കുറച്ചൊരു കൂടുതലാണ്. ഞാൻ നേരത്തെ കാണിച്ചതിനൊക്കെ വെച്ചിട്ട് കുറച്ചൊരു കൂടുതലായിട്ടുള്ളൊരു ഫേസ് വാഷാണ്. ഞാനിതൊരു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 400 ആ ഒരു റേഞ്ചിന് വാങ്ങിച്ചൊരു ഫേസ് വാഷാണ്. 500-ന് താഴെ തന്നെ. പക്ഷെ ഞാൻ നേരത്തെ കാണിച്ച ഫേസ് വാഷിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലായിട്ടുള്ള റേറ്റ് ഉള്ളതാണ്. പക്ഷേ ഓയിലി സ്കിന്നുള്ളവർക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുമ്പോഴത്തേനും എൻ്റെ ഒരു സജഷൻ എന്ന് പറയുമ്പോഴത്തേനും ദിവസത്തിൽ ഒരു വട്ടമൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. 2 നേരമായാലും 3 നേരമായാലും യൂസ് ചെയ്യുന്നത് കുറച്ച് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം കുറച്ചൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് കൂടുതലുള്ള ഫേസ് വാഷാണ്. സോ നമ്മുടെ സ്കിന്നെ കുറച്ചൊന്ന് ഡ്രൈ ആക്കാനോ കുറച്ചൊന്ന് സെൻസിറ്റീവ് ആക്കുകയോ ചെയ്യും. സോ എന്ത് ചെയ്യുക, ഇത് ഒന്ന് യൂസ് ചെയ്യുന്നത് ദിവസത്തിൽ ഒരിക്കൽ ആക്കുകയാണെങ്കിൽ രാത്രിയോ രാവിലെ ഉപയോഗിക്കുന്നതിനേക്കാളും രാത്രി യൂസ് ചെയ്തിട്ട് ബാക്കി നമ്മുടെ സ്കിൻ കെയർ ചെയ്തിട്ട് കിടക്കുന്നതായിരിക്കും ബെറ്റർ. ആൻഡ് ഇതിൻ്റെ കണ്ടൻറ്റും കുറവാണ്, 60 ml ആണ്. പക്ഷേ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങനെ വാട്ടറി ഒരു ഏകദേശം ഈ ഒരു ലെവലിൽ വരും, ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലുള്ള ലിക്വിഡ്. അത് പക്ഷെ നമ്മൾ പമ്പ് ചെയ്യുമ്പോഴത്തേനും കുറച്ച് അതിൽ നിന്ന് തന്നെ ഫോം ഉണ്ടായിട്ട് അങ്ങനെയാണ് പുറത്ത് വരുന്നത്. സോ നമുക്ക് കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു ഫുൾ ഡ്യൂറേഷൻ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ 60 ml ഉള്ളൂ. മറ്റേത് 150 ml ആണ് ഞാൻ നേരത്തെ കാണിച്ചതൊക്കെ. ആൻഡ് ഈ നാറ്റ് ഹാബിറ്റിൻ്റെത് 100 ml ആണ്. ആൻഡ് ഇത് 60 ml ഉള്ളൂ. മറ്റേതൊക്കെ 150 ml ഉണ്ട് ആ ഒരു റേറ്റിന്. അപ്പോൾ അങ്ങനെ ആ ഒരു ക്വാണ്ടിറ്റി വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് റേറ്റ് വൈസ് കുറച്ച് കൂടുതലാണ് ഗൈസ്. എന്നാൽ അത്രയും ആക്നെ പ്രോൺ ആയിട്ടുള്ളവർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫേസ് വാഷാണ്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേനും ഒരു ക്ലെൻസറാണ് ഗൈസ്. ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ലാക്മിയുടെ ഒരു മിസലർ വാട്ടറാണ്. മേക്കപ്പ് റിമൂവറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിസലർ വാട്ടറാണ് നമുക്കിതെന്ന് പറയുന്നത്. ആൻഡ് ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗാർണിയറിൻ്റെ ക്ലെൻസറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പൊടിക്ക് താഴെ നിൽക്കത്തുള്ളൂ. അതിൻ്റെ കാര്യം ഇതിനൊരു ഫ്രാഗ്രൻസ് ഭയങ്കര ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. എന്താ പറയുക, ഭയങ്കര ഒരു നമ്മൾ ഈ സ്പ്രേ ഒക്കെ അടിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണ്. ഭയങ്കര ഒരു കുത്തുന്ന ഒരു സ്മെല്ലാണ് ഇതിനുള്ളത്. ആൻഡ് ഇത് റേറ്റ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ 200 സംതിങ്ങിനാണ് ഞാനിത് വാങ്ങിച്ചത്. 250 അകത്തേ വരത്തുള്ളൂ. പിന്നെ ഓഫറിനൊക്കെ വരുവാണെങ്കിൽ നോക്കി വാങ്ങിക്കണമെങ്കിൽ അത്യാവശ്യം റേറ്റ് കുറച്ച് കിട്ടും. നമുക്ക് മേക്കപ്പ് റിമൂവറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഗാർണിയറിൻ്റെ ആ ഒരു ക്ലെൻസറിൻ്റെ അത്രയും വരത്തില്ല കേട്ടോ ഇത്. കാര്യം എനിക്ക് ഇത് യൂസ് ചെയ്യുമ്പോഴത്തേനും ഒരു കൂളിംഗ് സെൻസേഷൻ ഉണ്ട് മുഖത്ത്. പക്ഷേ എനിക്ക് അത്രയ്ക്കങ്ങ് എഫക്റ്റീവായിട്ട് തോന്നിയില്ല. കണ്ടറിയാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. സോ ഞാനിത് അത്ര അധികം അങ്ങ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. റേറ്റ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ട്. അത്യാവശ്യം ഇത് നിറച്ച് തരുന്നതാണ് നമുക്ക്. സോ കുറച്ച് അധികം കാലം യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് 200 ml ആണ്. സോ ഞാൻ നേരത്തെ കാണിച്ചതല്ല 150 ml ആണ്. എൻ്റെ ഇത് 200 ml ഉണ്ട്. സോ റേറ്റ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കുറവുള്ളൊരു ക്ലെൻസറാണ്. സോ ഒരു 200 ml ഞാനിതൊരു 230 ആ ഒരു പ്രൈസ് റേഞ്ചിനാണ് കേട്ടോ വാങ്ങിച്ചത്. സോ ഇത് ഞാൻ അത്ര അധികം എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാര്യം അത്ര വേർത്തല്ല. നമ്മൾ ഒരു 10-ന് ഒരു 6-7 റേറ്റിംഗ് ഒക്കെ കൊടുക്കാനേ പറ്റത്തുള്ളൂ. സോ ഞാൻ ഇന്ന് 5 ഫേസ് വാഷിൻ്റെ റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതുപോലുള്ള ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.